ഹരിയോടൊപ്പം എന്ന സോഷ്യൽ മീഡിയ സീരീസിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഹരി, എല്ലാ മലയാളികളും ഒരുപോലെ ആഘോഷിക്കുന്ന ഒന്നാണ് വിഷു. ഈ വിഷുവായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വിഷുക്കണി, വിഷു കൈനീട്ടം എന്നൊക്കെ പറയുന്നത്. വിഷുക്കാലത്ത് ഈ കണിക്കൊന്നകൾ പൂത്ത് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ വിഷുക്കണി, വിഷു കൈനീട്ടത്തിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം എന്താണ് ജീവിതത്തിൽ? വിഷു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചെറുപ്പം തൊട്ട് വരുന്ന ഏറ്റവും വലിയ സന്തോഷം, രാവിലെ ഉറക്കത്തിൽ കണ്ണടച്ച് നമ്മുടെ അമ്മ കണ്ണൊക്കെ പൊത്തി നമ്മളെ കൊണ്ടുപോയി കണി കാണിക്കുക. അത് കഴിഞ്ഞാൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആദ്യത്തെ കൈനീട്ടം വാങ്ങുക. പിന്നെ എല്ലാവരും, നമ്മളിൽ മൂത്ത എല്ലാവരും നമുക്ക് കൈനീട്ടം തരിക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആഘോഷമായിട്ടും ഒരു സന്തോഷമായിട്ടാണ് നമുക്ക് വിഷു എന്നും ചിന്തിക്കാറുള്ളത്. ഇപ്പോഴും ഒരുപക്ഷെ നമ്മളൊരു ആഘോഷത്തിൻ്റെ ഭാവത്തിൽ തന്നെയാണ് വിഷുവിനെ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ വിഷുവിൻ്റെ പ്രാധാന്യം എന്താണ്, എന്ത് കാരണത്തിലായിരുന്നു ഇങ്ങനെ ഒരു വിഷു എന്നുള്ള ഒരു ആഘോഷം വരാൻ കാരണമെന്നൊക്കെ നമുക്ക് ശരിക്കും യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കറിയാം, നമ്മുടെയൊക്കെ ഫൈനാൻഷ്യൽ ഇയർ എപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക? ഏപ്രിൽ മുതൽ മാർച്ച് വരെ. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് നമ്മുടെ സാമ്പത്തിക കലണ്ടർ വരിക. ഇത് ആരംഭിച്ചിട്ടുള്ളത് 1867 ഞാൻ കേട്ടിട്ടുള്ളത്. അതായത് ബ്രിട്ടീഷുകാരാണ് ഈ ഫൈനാൻഷ്യൽ ഇയർ സെറ്റ് ചെയ്തത്. അതിന് കാരണം പറയുന്നത് ഈ പറഞ്ഞ പോലെ, കാരണം ജനുവരി മുതൽ ഡിസംബർ വരെ ഒരു വർഷം നമുക്കുണ്ട്. ജനുവരി മുതൽ ഡിസംബർ വരെ ഒരു ഇംഗ്ലീഷ് കലണ്ടർ നമുക്കുണ്ടായിരുന്ന കാലത്ത് ഇംഗ്ലീഷുകാർ തന്നെ എന്തിന് ഈ പറഞ്ഞ പോലെ ഏപ്രിൽ ടു മാർച്ച് ഒരു ഫൈനാൻഷ്യൽ കലണ്ടർ ഉണ്ടാക്കി? തീർച്ചയായിട്ടും നമുക്കൊരു ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ. കാരണം ഇത് ബേസ് ചെയ്തിട്ടുള്ളത് ഒരു എക്കോണമിക്കൽ സിറ്റുവേഷൻസ്. കാരണം കൃഷിയാണ് എല്ലായിടത്തും, അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ്സ് ആണ് ഇതിനൊക്കെ പ്രധാന അടിസ്ഥാനമായിട്ടും ഇംഗ്ലീഷുകാരും വിചാരിച്ചിട്ടുണ്ടാവുക. കാരണം ഈ പറഞ്ഞ ഏപ്രിൽ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ പോലെ കൃഷിയുടെ ആരംഭം കുറിക്കുന്നത്. അടുത്ത ഒരു വർഷത്തെ, കാരണം മഴയുടെ ആരംഭമായിരിക്കാം. ഇത് ഇവിടെ മാത്രമല്ല, ലോകം മുഴുവൻ. ഇപ്പോൾ മഴയുടെ ആരംഭം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഓരോ തലത്തിലെ കാലാവസ്ഥയുടെ കാരണം കൊണ്ടായിരിക്കാം, കൃഷി ആരംഭിച്ച് അതിൽ നിന്ന് വിള കിട്ടി, അതിൽ നിന്ന് വരുമാനം കിട്ടി, ബാക്കി പോയി ഒരു വർഷം ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഇയർ പോകണം. ഇത് 1867 ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. കേരളത്തിൽ എന്നായിരിക്കും വിഷു ഉണ്ടായിട്ടുണ്ടാവുക? വിഷു ഉണ്ടായിട്ടുള്ളത് നൂറ്റാണ്ടുകളിലും അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പിൽ ആരംഭിച്ച ഒരു ആഘോഷം. ഇവിടെയും എന്തായിരുന്നു അക്കാലത്തെ പ്രധാന തൊഴിൽ എന്നാലോചിച്ച് നോക്കൂ, കൃഷി തന്നെയാണ്. ഇവിടെ നമ്മുടെ കൃഷിയെ അടിസ്ഥാനമാക്കിയാണ് വരുമാനം അല്ലെങ്കിൽ കാര്യങ്ങൾ എല്ലാം കണക്കാക്കിയിരുന്നത്. വളരെ ഒരു കോയിൻസിഡൻസ് ആണെന്ന് നോക്കൂ. കാരണം വിഷു എപ്പോഴാണ് സാധാരണ വരിക? എല്ലാ വർഷവും ഏപ്രിൽ ഒരു 8-നും 15-നും ഇടയ്ക്കുള്ള സമയത്തായിരിക്കും. കാരണം നമ്മുടെ മലയാളം കലണ്ടറിൻ്റെ ക്രമപ്രകാരം വരുമ്പോൾ ഒരു ഏപ്രിൽ 8 ആ സമയത്താണ് വിഷു വരിക. അപ്പോൾ ഒരേ സമയത്ത് ഇതേ സമയത്ത് തന്നെയാണ് ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളത്തിലെ വിഷു ആണ് എന്ന് പഴയ കാലം തൊട്ട് തീരുമാനിച്ചിരിക്കുന്നു. ആ ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം, കാരണം നമ്മളൊരു പുതിയ വർഷത്തേക്ക് കിടക്കുകയാണ്. കഴിഞ്ഞ വർഷം എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്തുമാത്രം സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു, നമ്മുടെ കൃഷി എത്ര നല്ലതായിരുന്നു, നമ്മുടെ കർമ്മം എത്ര മികച്ചതായിരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മളെപ്പോഴും ജീവിക്കുന്ന അടുത്ത വർഷത്തെ ഒരു പ്രതീക്ഷയിലാണ്. തുടക്കം നന്നായാൽ ഒടുക്കം നന്നാവും എന്നൊരു ചൊല്ലുണ്ടല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ, തുടക്കം ഏറ്റവും ഗംഭീരമാണ്. ആ വർഷത്തിൻ്റെ നല്ല ദിവസം ആദ്യം കാണുന്നത് സമ്പത്തും. നമുക്കറിയാം, നമ്മൾ രാവിലെ കണിക്ക് നോക്കുമ്പോൾ എന്താണ്, ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഒരു മനോഹരമായിട്ടുള്ള രൂപം, വിളക്കൊക്കെ വെച്ച് അതിൻ്റെ മുമ്പിൽ ചക്ക, മാങ്ങ, കൃഷി ചെയ്ത് കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ മനോഹരമായിട്ട് മുമ്പിൽ അടുക്കി വെച്ച്, സമ്പത്ത്, പണം, സ്വർണം, ഇതെല്ലാം വച്ചിട്ടാണ് നമ്മളെ കണി കാണുക. കാരണം ഇതെല്ലാം ആദ്യം കാണുമ്പോൾ, ആ വർഷത്തിൻ്റെ ആദ്യത്തെ ദിവസം, നമ്മുടെ ദിവസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം അത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു പ്രതീക്ഷ, ഈശ്വര എന്ത് മനോഹരമായ വർഷമാണ് നമ്മൾ തുടങ്ങുക. ആ തുടക്കം തന്നെ നമുക്ക് തരുന്ന ഒരു വലിയ എനർജിയുണ്ട്. അതിനുശേഷം രണ്ടാമതാണ്, നമുക്ക് ഈ വർഷം എന്ത് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഒരു നല്ല തുടക്കം വേണം, ഐശ്വര്യത്തോടെ തുടക്കം വേണം. അപ്പോൾ നമുക്ക് അത് ആദ്യം അച്ഛനിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാരിൽ നിന്ന് തന്നെ വേണം ആദ്യത്തെ
ഒരു കൈനീട്ടം. നമുക്കറിയാം കൈനീട്ടത്തിൻ്റെ പ്രാധാന്യം. നമ്മളൊരു കട നടത്തുന്നുണ്ടെങ്കിൽ രാവിലെ ആദ്യത്തെ കച്ചവടത്തിന് നമ്മൾ കൈനീട്ടം എന്ന് പറയും. ആ കൈനീട്ടം കട നടത്തുന്ന പലരും എന്താ പറയുക, ഒരു വളരെ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു കാര്യമാണ് കൈനീട്ടം. ആദ്യത്തെ തരുന്ന ആ കൈനീട്ടം തരുന്ന കൈ നല്ലതല്ലെങ്കിൽ ഈശ്വര അപ്പോൾ തോന്നും, നമുക്കൊരു മടുപ്പാവും, ഇന്നത്തെ ദിവസം പോയി, ഇന്നൊന്നും വരില്ല. എന്നാൽ ചില ആളുകൾ അദ്ദേഹത്തിന് കൈനീട്ടം മതി, നല്ല പെരിശായിരിക്കും. ഈ ഒരു ചിന്ത ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇടയ്ക്ക് തന്നെയുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വിഷു. കാരണം നമ്മൾ ഒരാളിൽ നിന്ന് ഒരു കൈനീട്ടം, അത് 1 രൂപ നാണയമാണെങ്കിൽ നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഈ വർഷം നമുക്ക് നല്ല പെരിശായിരിക്കും, ഈ വർഷം നമുക്ക് നല്ല വരുമാനം ഉണ്ടാവും, ഈ വർഷം നമുക്ക് നല്ല കൃഷി ഉണ്ടാവും, നല്ല വ്യാപാരത്തിൽ നല്ല ഉയർച്ച ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് പ്രോഗ്രസീവായിട്ടുള്ള ചിന്ത അടുത്ത സാമ്പത്തിക വർഷത്തെ നമ്മൾ പൂർണ്ണമായിട്ടും വരവേൽക്കുന്ന ഒരു ആഘോഷമാണ് വിഷു. ഇതിനെ നമ്മൾ എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ചതാണെന്ന് വിചാരിക്കണം. ഇന്നാണ്, അല്ലെങ്കിൽ വളരെ കുറച്ച് വർഷങ്ങൾ മുമ്പ് ലോകം മുഴുവൻ വ്യാപിച്ചത്. ലോകം മുഴുവൻ ഇത് വ്യാപിച്ചപ്പോഴും ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല, ഇപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം നമ്മളാണല്ലോ തുടങ്ങിയത്. നമ്മൾ തുടങ്ങിയതിന് ശേഷമാണല്ലോ ലോകം മുഴുവൻ അത് വ്യാപിച്ചതെന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും എല്ലാവർക്കും ഒരു വലിയ വിഷു ആശംസകൾ. അല്ലെങ്കിൽ നല്ലൊരു വർഷം, അടുത്ത വർഷം നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.